നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 എക്കണോമിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്നുള്ളത്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. സെൻട്രൽ പ്രോബ്ലംസ് എന്താണ്? സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഒരു ഇക്കോണമിയിലെ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ കേന്ദ്രീയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിങ്ങനെ തന്നെ 4 മാർക്കിന് ചോദിക്കാവുന്നതാണ്. 4-3 മാർക്കിന് ചോദിക്കാം. 2 ടൈപ്പാണ് ഈ ചോദ്യം വരുന്നത്. ഡിസ്കസ് ഓർ ഡിസ്ക്രൈബ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്നാണ് ഒരു ചോദ്യം ഉണ്ടാവുക. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ സൊല്യൂഷൻസ് ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി, അങ്ങനെ ചോദിക്കാം. വാട്ട് ആർ ദ സൊല്യൂഷൻസ് ഓഫ് ആൻ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമിയുടെ അല്ലെങ്കിൽ ഒരു കേന്ദ്രീയ പ്രശ്നം ഉണ്ടായാൽ, സമ്പദ് വ്യവസ്ഥയിൽ ഒരു കേന്ദ്രീയ പ്രശ്നം ഉണ്ടായാൽ ആ കേന്ദ്രീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് എന്തെല്ലാം കാര്യങ്ങൾ വെച്ചിട്ടാണ്, അതാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ പ്രശ്നത്തെ പഠിക്കണം അല്ലെ. വാട്ട് ആർ ദ പ്രോബ്ലംസ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ഇക്കോണമിയിൽ, സമ്പദ് വ്യവസ്ഥയിൽ സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ കേന്ദ്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഒന്നാമത്തേത് എന്താണ്? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഇതാണ് ഒന്നാമത്തെ കാരണം. ഹ്യൂമൻ വാണ്ട്സ് ആണ് അല്ലെ. ഹ്യൂമൻ വാണ്ട്സ് എന്താണ്? ആർ അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആണ്. എന്താണ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ? പരിമിതമല്ല അല്ലെ, അപരിമിതമാണ് അല്ലെ. മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ് എന്നർത്ഥം. ഓക്കെ, അൺലിമിറ്റഡ് ആണ്. എന്താണ് അൺലിമിറ്റഡ് ആയിട്ടുള്ളത്? ഹ്യൂമൻ വാണ്ട്സ് ആണ് അൺലിമിറ്റഡ് ആയിട്ടുള്ളത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്. ഒന്നാമത്തെ റീസൺ ആണ്. രണ്ടാമത്തെ റീസൺ എന്താണ്? അതായത് റിസോഴ്സസ് ആർ സ്കേഴ്സി എന്നുള്ളതാണ്. അല്ലെങ്കിൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ് അല്ലെ. റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ലിമിറ്റഡ് അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, ലിമിറ്റഡ്. റിസോഴ്സസ് ഒക്കെ എന്താണ്? ലിമിറ്റഡ് ആണ്. റിസോഴ്സസ് എല്ലാം ലിമിറ്റഡ് ആണ്. അപ്പോ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് എല്ലാം ലിമിറ്റഡ് ആണ്. എന്റെയും നിങ്ങളുടെയും നാട്ടിലുള്ള ആളുകളുടെയും രാജ്യത്തിലുള്ള സകല ജനങ്ങളുടെയും ആവശ്യങ്ങൾ അനവധിയാണ് അല്ലെ. ഒരുപാട് ആവശ്യങ്ങളുണ്ട് എല്ലാവർക്കും. പക്ഷെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ, സാറ്റിസ്ഫൈ ചെയ്യാൻ അവരുടെ കയ്യിൽ എന്തില്ല? വിഭവമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിഭവം ഉണ്ടെങ്കിൽ പോലും അതെന്താണ്? അത് സ്കേഴ്സിയാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുക? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ റിസോഴ്സസ് എല്ലാം ലിമിറ്റഡും ആണ്. ആ റിസോഴ്സസ് ലിമിറ്റഡ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക? നമുക്ക് മറ്റു പല ആവശ്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ ലിമിറ്റഡ് റിസോഴ്സസിന് എന്തുണ്ട്? ലിമിറ്റഡ് റിസോഴ്സസിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് അല്ലെ. ഓക്കെ, ലിമിറ്റഡ് റിസോഴ്സസ് ആർ അല്ലെ. ലിമിറ്റഡ് റിസോഴ്സസ് are alternative uses. Alternative uses. Okay, നമുക്ക് മറ്റു പല ആവശ്യങ്ങളും ഉണ്ട്. അപ്പോ 3 റീസൺസ് ആണ് എന്തിന് ഒരു സെൻട്രൽ പ്രോബ്ലം ഉണ്ടാവുന്നതിന് പ്രധാനമായിട്ടും കാണുന്നത് അല്ലെ. അപ്പൊ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി, അപ്പൊ ഒരു ഇക്കോണമിയിൽ കേന്ദ്രീയ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് പറയുന്നത് 3 ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ്, മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്. രണ്ടാമത്തേത് റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആണ്, വിഭവങ്ങൾക്ക് ദൗർലഭ്യമുണ്ട് അല്ലെങ്കിൽ വിഭവങ്ങൾക്ക് എന്തുണ്ട്? ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ലിമിറ്റഡ് റിസോഴ്സസ് ആർ എന്താണ്? ആൾട്ടർനേറ്റീവ് യൂസസ്. ഓക്കെ, ലിമിറ്റഡ് റിസോഴ്സസിന് എന്തുണ്ട്? ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റു പല ഉപയോഗങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാനുള്ള പണവുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് അത് മാത്രമല്ല, പണവും ഇല്ല എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആ പണം കൊണ്ട് മറ്റു പല ആവശ്യങ്ങളും നടത്താനുള്ളതാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ റിസോഴ്സസ് ലിമിറ്റഡ് അല്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാമായിരുന്നു. പക്ഷേ റിസോഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അപ്പോൾ നമ്മൾ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ സൊല്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഒരു സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു എക്കോണമിയിലെ സെൻട്രൽ പ്രോബ്ലംസ് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന്, ഇത്തരം പ്രോബ്ലത്തെ നമുക്ക്
എങ്ങനെ സൊല്യൂഷൻ നടത്താം, അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പരിഹാരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ പരിഹാരങ്ങൾ എന്ന് പറയുന്നത്, സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 3 തന്നെയാണ്. അതിൽ ഒന്നാമത്തേത് വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്, വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്, ഹൗ ടു പ്രൊഡ്യൂസ്. ഓക്കെ, ഹൗ ടു പ്രൊഡ്യൂസ്. ദെൻ മൂന്നാമത്തേത് for whom to produce, for whom to produce. Okay, for whom to produce. Okay, for whom to produce. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്നാമത്തേത് what to produce, രണ്ടാമത്തേത് how to produce, and then third one for whom to produce. അതായത് നമുക്ക് സെൻട്രലി പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് നമ്മൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, what to produce in what quantities. ഓക്കെ, അതാണ് അതിന്റെ ഒരു മുഴുവൻ ടേം. അങ്ങനെയാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് എന്നുള്ളതാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തേത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഓക്കെ, ആർക്കു വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ കിട്ടി, കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഈ 2 രീതിയിലാണ് നമുക്ക് ഈ ചോദ്യം വരുന്നത്. ഒന്നുകിൽ നിങ്ങളോട് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ അതിനെ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറയും. ഇനി അതല്ലെങ്കിൽ ഇതിന്റെ റീസൺ ചോദിക്കാം, അല്ലെ, വാട്ട് ആർ ദ റീസൺ ഫോർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ റീസൺ എഴുതിയാൽ മതി. ഏതൊക്കെ റീസൺ? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, രണ്ടാമത്തേത് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, മൂന്നാമത്തേത് ലിമിറ്റഡ് റിസോഴ്സസ് ആർ ആൾട്ടർനേറ്റീവ് യൂസസ്. ഓക്കെ, അതോടുകൂടി നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അങ്ങനെ ഒരു ചോദ്യം ആണെങ്കിൽ ഏത് പ്രോബ്ലം എന്താണെന്നുള്ളതിന്റെ റീസൺ എന്താണെന്നുള്ളതിന്റെ ചോദ്യമാണെങ്കിൽ. ഇനി ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരു റീസൺ ഉണ്ടായി കഴിഞ്ഞാൽ ആ റീസൺ നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ. ആ സൊല്യൂഷൻസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചു. ഏതൊക്കെയാണ് ആ സൊല്യൂഷൻസ്? ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്, രണ്ടാമത്തേത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്, മൂന്നാമത്തേത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 3 രീതിയിൽ നമുക്ക് ഇവിടെ സൊല്യൂഷൻസ് കണ്ടെത്താം. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ഈ 3 കാര്യങ്ങൾ. നിങ്ങളോട് ഈ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി സൊല്യൂഷൻസ് മാത്രമാണ് എഴുതാൻ പറയുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്താണ്, ദ ഇമ്പോർട്ടന്റ് സൊല്യൂഷൻസ് ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ആർ ആസ് ഫോളോസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് 3 പോയിന്റ് എഴുതി വെക്കുക. ശേഷം അതിന് ഓരോന്നിനും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നു എന്താണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളത്. അതായത് വാട്ട് ടു പ്രൊഡ്യൂസ് മീൻസ് വാട്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അതായത് അല്ലെങ്കിൽ it decide or what to produce means what type of goods can be produced, എന്ത് തരം വസ്തുക്കളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഒരു എക്കോണമിയിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആയതുകൊണ്ടാണ്, മനുഷ്യരുടെ ആവശ്യങ്ങൾ അനന്തമായതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മളോട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി, വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളത്, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് ഗുഡ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് എന്നുള്ളത് തന്നെയാണ്. എന്ത് തരം വസ്തുവാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു ടേമിൽ ഉൾപ്പെടുത്തുക. അതിൽ റൈറ്റ് ചെയ്യേണ്ടത് എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് ചോദിച്ചാൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്നാൽ എന്ത് തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തല പിടിച്ച് അങ്ങോട്ട് കയറി പോകാം എന്ത് റീസണിലേക്ക്. എങ്ങനെയാ? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, അല്ലെങ്കിൽ ദ സൊസൈറ്റി വാണ്ട്സ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വരാം. ഓക്കെ, ദ സൊസൈറ്റി വാണ്ട്സ് അല്ലെങ്കിൽ ഹ്യൂമൻ വാണ്ട്സ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, so resources are scarce, the society or human decide what type of good should be produced. മനസ്സിലാവുന്ന പറഞ്ഞത്. അതായത് മനുഷ്യന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ അനവധിയാണ്, ആയിരക്കണക്കിന് ആവശ്യങ്ങളുണ്ട്. പക്ഷേ അവരുടെ റിസോഴ്സസ് സ്കേഴ്സി ആയതുകൊണ്ട് what type of good should be produced, അല്ലേ, they have to decide, അല്ലെങ്കിൽ they can be decide what type of good should be produced, എന്ത് തരം വസ്തുവാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് അവരോട് തീരുമാനമെടുക്കണം എന്ന് നമ്മളവിടെ പറയുന്നു. മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ, അതാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തേലേക്ക് പോകുമ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിൽ പറയാവുന്ന എന്താണ്? ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ 2 ടൈപ്സ്. ഓക്കെ, ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ 2 ടൈപ്സ്. വസ്തുക്കൾ നമുക്ക് 2 രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ 2 ടൈപ്സ്. ഏതൊക്കെയാണ് 2 ടൈപ്സ് എന്ന് പറയുന്നത്? ഒന്ന് LIT ആണ്, രണ്ടാമത്തത് CIT ആണ്. അപ്പൊ നമുക്ക് ഇതിന് 2 ഇന്നർ പോയിന്റ്സ് വരും. ഏത്? ഈ ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതിന് LIT എന്നും അതുപോലെ തന്നെ CIT എന്നും നമുക്ക് 2 പോയിന്റുകൾ വരുന്നുണ്ട്. എന്താണ് LIT, എന്താണ് CIT? ജസ്റ്റ് മീനിങ് മനസ്സിലാക്കി പോയാൽ മതി. LIT എന്ന് പറഞ്ഞാൽ ലേബർ ഇന്റൻസീവ്
ടെക്നിക്കാണ്, മറ്റത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കാണ്. അതായത് തൊഴിലാളി പ്രാധാന്യമുള്ള ഉൽപാദന രീതി അല്ലെങ്കിൽ തൊഴിൽ പ്രാമുഖ്യമുള്ള ഉൽപാദന രീതി എന്നാണ് LIT പറയുക. രണ്ടാമത്തേത് CIT ആണ്. CIT എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കാണ്. അതായത് മൂലധന പ്രാധാന്യമുള്ള ഉൽപാദന രീതിയാണ് അല്ലെങ്കിൽ മൂലധന പ്രാമുഖ്യമുള്ള ഉൽപാദന രീതി എന്നാണ്. ഓക്കെ, അതാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റിൽ എന്താണ് ഉൾപ്പെടുത്തുക? ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതിൽ ദ ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ടു ടൈപ്സ്, ദ ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ടു വേയ്സ്, അങ്ങനെയൊക്കെ പറയാം. ദ ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ടു വേയ്സ്. ഇനി അതല്ല ഒന്നാമത്തേൽ നിന്ന് രണ്ടാമത്തേലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവിടെയും പറയാം എന്താ, ആഫ്റ്റർ ദ ഡിസിഷൻ ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ സെക്കൻഡിൽ കൊടുക്കാം. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് താഴെ എഴുതാം എന്താ, ആഫ്റ്റർ ദ ഡിസിഷൻ ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ് ദ സെക്കൻഡ് ഡിസിഷൻ ഹൗ ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ടു ടൈപ്സ്. ഫസ്റ്റ് വൺ LIT, സെക്കൻഡ് വൺ CIT. അത് എത്ര എഴുതിയാൽ അതിന്റെ ആൻസർ ആയി. മൂന്നാമത്തെ കാര്യമാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളത് അല്ലെ. മൂന്നാമത്തെ പോയിന്റ് ആണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ആഫ്റ്റർ ദ ഡിസിഷൻ ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ടു ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഓക്കെ, അപ്പൊ വസ്തുക്കൾ ആർക്കാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം വസ്തുക്കൾ ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. ഓക്കെ, വസ്തുക്കൾ ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ തിയറി കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഉൽപാദനത്തിൽ ഏർപ്പെട്ട ഉൽപാദന ഘടകങ്ങൾക്കാണ് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. അപ്പൊ ആരാണ് ഉൽപ്പാദിപ്പിച്ചത് അവർക്കാണ് നമ്മൾ ഇത് ഈ വസ്തുക്കൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഉൽപാദനത്തിൽ ഏർപ്പെടുന്നവരാരാണോ, അതായത് നമുക്കറിയാം ഓരോ മേഖലകളിലും ഉൽപാദനം നടക്കുന്നു അല്ലെ. അത് പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും ടെർഷ്യറി ആയാലും ഇവിടെയൊക്കെ നമുക്ക് ഉൽപാദനം കാണാം. അപ്പൊ ഇങ്ങനെ ഉൽപാദനം നടക്കുമ്പോൾ ഉൽപാദിപ്പിച്ച വസ്തുക്കൾ ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാകും. ആ ഔട്ട്പുട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ആരാണോ ഈ ഉൽപാദിപ്പിക്കുന്നത് അവർക്ക് തന്നെയാണ്. ഇപ്പൊ ഞാനിവിടെ ഒരു ജോലി ചെയ്യുന്നു എങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് ഇത് ഞാൻ ചെയ്യുന്നതിന്റെ ഔട്ട്പുട്ട് വാങ്ങുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ മറ്റുള്ളവർ വാങ്ങുന്നു, മറ്റുള്ളവർ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ ഞാൻ വാങ്ങുന്നു. അങ്ങനെ നമുക്ക് ഒരു എന്താണ് ഒരു സമ്മിശ്ര രൂപം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് ഞാൻ ഉൽപ്പാദിപ്പിച്ച് ഞാൻ തന്നെ ഉപയോഗിക്കാതെ ഞാൻ ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവർ കൊണ്ടുപോകുന്നു, മറ്റുള്ളവർ ഉൽപ്പാദിപ്പിച്ച് ഞാൻ വാങ്ങുന്നു, ആ രീതിയിൽ. അപ്പോൾ എല്ലാവരും ആര് തന്നെയാണ്, പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. ദാറ്റ് മീൻസ് ഉൽപാദന ഘടകങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഉൽപാദനത്തിൽ ഏർപ്പെട്ട ഉൽപാദന ഘടകങ്ങൾക്കാണ് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇംപ്ലൈസ് ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളതാണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണോ ഉൽപ്പാദിപ്പിച്ചത് ആ ഉൽപ്പാദിപ്പിച്ചതിന്റെ വിതരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളതിൽ പറയുന്നത്. അപ്പൊ വിതരണത്തിൽ ഏർപ്പെടുന്നവർ ആരൊക്കെയാണോ അവർക്കാണ് നമ്മൾ, അതായത് വിതരണം ചെയ്യപ്പെടേണ്ടത് ആർക്കാണ്, ഉൽപാദനത്തിൽ ഏർപ്പെടുന്നവർ ആരാണോ അവർക്കാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടീം ഉണ്ട് അല്ലെ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആരാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. ഇങ്ങനെ 4 ഘടകങ്ങളുണ്ട്, ഉൽപാദന ഘടകങ്ങൾ. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളതിൽ വസ്തുക്കൾ ആർക്കാണ് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഉൽപാദന ഘടകങ്ങൾക്കാണ് വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ആരാണ് ഉൽപാദന ഘടകങ്ങൾ, അത് ലാൻഡ് ആണ്, ലേബർ ആണ്, ക്യാപിറ്റൽ ആണ്, ഓർഗനൈസർ ആണ്. ഈ 4 ഘടകങ്ങൾക്കാണ് നമ്മൾ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കേണ്ടത്. ലാൻഡിന് നമ്മള് അപ്പൊ ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് റിവാർഡ് ആണ് കൊടുക്കേണ്ടത്. റിവാർഡ് എന്താണ്, ലാൻഡിന് കൊടുക്കേണ്ട റിവാർഡ് എന്താണ്, റെന്റ് ആണ്. ദെൻ ലേബർക്ക് വേജസ് ആണ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആണ്, ദെൻ ഓർഗനൈസർക്ക് പ്രോഫിറ്റ് ആണ്. മക്കളെ ഇത് നിങ്ങൾക്ക് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാവുന്നതാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ, അപ്പുറത്ത് അവരുടെ റിവാർഡും. അപ്പൊ നമുക്ക് 2 ബോക്സിൽ ഇങ്ങനെ തരും, അതായത് ഒറ്റ ബോക്സ് 2 കോളമായിട്ട് തരും. അപ്പോ ഇടത്തെ കോളത്തിൽ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന്റെ പേരുണ്ടാകും. റൈറ്റ് സൈഡിൽ റിവാർഡ്സ് ഉണ്ടാകും, റിവാർഡ് നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. ഭൂമി, തൊഴിലാളി, മൂലധനം, സംഘാടനം, അവരാണ് വൺ സൈഡിൽ ഉണ്ടാവുക. അതർ സൈഡിൽ ഇവർക്ക് കൊടുക്കേണ്ട റിവാർഡ്സ് ആണ്. ലാൻഡിന്റെ നേരെ നമ്മൾ എഴുതേണ്ടത് റെന്റ് ആണ്, അതായത് പാട്ടമാണ്. അതുപോലെ ലേബർക്ക്, തൊഴിലാളിക്ക് നേരെ നമ്മൾ എഴുതേണ്ടത് വേജസ് ആണ്, കൂലിയാണ്. അതുപോലെ ക്യാപിറ്റലിന് നേരെ, മൂലധനത്തിന് നേരെ നമ്മൾ എഴുതേണ്ടത് എന്താണ്,
എന്താണ്? ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ പലിശയാണ്. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസർ, സംഘാടകൻ അല്ലെങ്കിൽ സംഘാടനം, അതിന് നേരെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ ലാഭമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ തുടക്കം മുതൽ ഇപ്പൊ ഈ അവസാനം വരെ പറഞ്ഞത് വരെ നമ്മളത് ഉൾപ്പെടുത്തണം. നേരെ മറിച്ച് ഇതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ 3 റീസൺസ് ആണ്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് റിസോഴ്സസ് ആർ പിന്നെ ആൾട്ടർനേറ്റീവ് യൂസസ്, അങ്ങനെയുള്ള 3 റീസൺസ് എഴുതാം. ഇനി സൊല്യൂഷൻസ് മാത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ് എഴുതി വെക്കേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതാണ്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.